ഇന്നത്തെ വീഡിയോ ലുലു മാളിലാണ് ഉദ്ദേശിച്ചത്. അതിനു മുമ്പായിട്ട് അൽസാജിൽ ഒന്ന് ഫുഡ് കഴിക്കാൻ വന്നതാണ്. കുറേ നേരം വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്തു, കാരണം സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. അതിനുശേഷമാണ് സീറ്റ് കിട്ടിയത്. എൻ്റെ കുറേ നാളിട്ടുള്ള ആഗ്രഹമാണ് ഓക്ടോപ്പസിനെ കഴിക്കണമെന്ന്. അപ്പോൾ അൽസാജിൽ മെനുവിൽ അത് ഉണ്ടെന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. പിന്നെ അൽസാജിലൊന്ന് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം ആ ഒരു ആറിൻ്റെ തീരത്തേക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാൻ നല്ല രസമാണ്. പക്ഷേ ഏകദേശം അതിനോട് അടുത്തൊരു സീറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന ഓക്ടോപ്പസ് കിട്ടി. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നല്ലോ ഈ നീരാളിനെ കഴിക്കണം എന്നുള്ളത്. ഇത് എഗ് ഫ്രൈഡ് റൈസും ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇതൊക്കെ ആരും അങ്ങനെ കഴിച്ചിട്ടുണ്ടാവില്ല, നമ്മളൊന്നും കഴിക്കുന്നതല്ലല്ലോ, നിനക്ക് ഇഷ്ടപ്പെടുവാൻ സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ഒത്തിരി നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇത് കഴിക്കണം എന്നുള്ളത്. ഈ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആളുകൾ കഴിക്കുന്നത്. വെറൈറ്റി രീതിയിലാണ് ഇത്. നമ്മുടെ എനിക്കൊന്നൊരു നാടൻ രീതിയിലാണ്. മസാല ഒക്കെ നല്ലപോലെ തൂത്തിട്ടുണ്ട്, കൂടെ ഒരു സോസുണ്ട്, സവോളയൊക്കെ ഉണ്ടായിരിക്കില്ല. എന്തായാലും ഞാൻ കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാം. ഇതെന്തായാലും നേരിട്ടാണ് ഞാൻ കാണുന്നത് എൻ്റെ പ്ലേറ്റിൽ. ഞാൻ കഴിച്ചു. ഓക്ടോപ്പസ് നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു. നമുക്കൊന്നും വെറുപ്പ് തോന്നത്തില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ഓക്ടോപ്പസിൻ്റെ വില വന്നൊരു 300 രൂപയാണ് ഒരെണ്ണത്തിന്. ക്വാർട്ടറാണത്. ഞങ്ങളിനി ലുലു മാളിലേക്ക് പോകാൻ വേണ്ടി യൂബർ വെയിറ്റ് ചെയ്യാണ്. അധികം നേരമൊന്നും വെയിറ്റ് ചെയ്യാൻ വന്നില്ല. യൂബർ ഓട്ടോ വന്നു. ഞങ്ങൾ മെട്രോ കയറിയാണ് ലുലുവിലേക്ക് എത്തിയത്. ലുലുവിലും ഈ പറഞ്ഞ പോലെ നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെയുള്ള ലുലു ഒന്ന് കാണാൻ വേണ്ടിയാണ്, ജസ്റ്റ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകണമെന്നുണ്ടായിരുന്നു. ഫസ്റ്റ് കയറിയപ്പോഴേ കണ്ടിട്ടുണ്ടായിരുന്നത് നാഗമുഖീനെയാണ്. ഈ ഇരിക്കുന്നതാണ് നാഗമുഖി. ആദ്യം എനിക്ക് പേര് ഞാൻ സത്യത്തിൽ ചെന്നപ്പോഴേ വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ആളുടെ പേര് കിട്ടിയത്. നമുക്കിനി ലുലുവിലെ ഓരോ ഷോപ്പുകളൊക്കെ ഒന്ന് കാണാം. നിങ്ങൾക്ക് ഈ നിൽക്കുന്ന കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ അറിയാവോ? നമ്മൾ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ്. നിങ്ങളറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ലുലുവിൽ പിന്നെ ഇങ്ങനെ ഓരോ പ്രത്യേകതകളുണ്ട്. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ സ്റ്റാച്യൂസ് കാണും. നല്ല രസമായിരിക്കും. അതിൻ്റെ മുമ്പിൽ നിന്ന് ആളുകളൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ലുലുവിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളെ കാണാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോതരം ഫാഷനാണ്, നല്ല ഫാഷൻ സെൻസാണ്. മലയാളികൾ തന്നെ ഉണ്ടാവണമെന്നില്ല, പല ഭാഷക്കാർ അവിടെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ ചെന്നാൽ നമുക്ക് മറ്റ് പല ഭാഷക്കാരെയും കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ലുലു മാൾ. ചോക്ലേറ്റിൻ്റെ സെക്ഷനിലേക്ക് പോയാൽ പിന്നെ അതേ ഉള്ളൂ, ഒന്നും പറയണ്ട. വെറൈറ്റി ടൈപ്പ് ആയിരിക്കും. നമ്മുടെ പോക്കറ്റിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് എന്തും വാങ്ങാം, എന്തും കിട്ടും. സോ നമുക്കിനി പയ്യെ എല്ലാം ഒന്ന് കാണാം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പ്ലാന്റ്സിലേക്ക് നോക്കി നിൽക്കാൻ തന്നെ എന്ത് നല്ല രസമാണെന്നറിയാമോ? ശരിക്കും വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനെ അങ്ങനെ നോക്കാനുള്ള എങ്ങനെയാണ് നോക്കേണ്ടതെന്നൊന്നും അറിയില്ല. സോ ഞാൻ മേടിച്ചില്ല, പക്ഷേ നോക്കി നിന്നു. നല്ല ഭംഗിയായിരുന്നു നോക്കി നിൽക്കാൻ. ഒത്തിരി ആളുകളുണ്ടായിരുന്നു കേട്ടോ അവിടെ.
ലുലുമാളിൽ എപ്പോൾ പോയാലും എനിക്കിഷ്ടമുള്ള സെക്ഷനിൽ ഒരെണ്ണമാണിത്. ഉപ്പിലിട്ട എല്ലാ ഐറ്റംസും കിട്ടും. ഞങ്ങൾ അവിടുന്ന് ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും വാങ്ങി. പിന്നെ ഏറ്റവും തിരക്കില്ലാത്ത ഒരു ലൈൻ നോക്കി നിന്നു. വീട്ടിൽ വന്നിട്ട് തുറന്നു. ആക്ച്വലി ഇത് ആദ്യമേ കഴിച്ചിരുന്നു കേട്ടോ. അത് പൈനാപ്പിൾ ഇതിൽ കൂടുതലുണ്ടായിരുന്നു ഈ ബോക്സിൽ. നല്ലതാണ്, രണ്ടും നല്ലതാണ്. ശരിക്കും ഞങ്ങൾ ലുലുവിലും മത്സരത്തിലും പോകുന്നതിന് മുമ്പായിട്ടൊരു മൂവി കണ്ടിരുന്നു, മദ്രാസി. കുഴപ്പമില്ല, നല്ല പടമാണ്. ഈ പെപ്സി അവിടെ നിന്ന് വാങ്ങിയതാട്ടോ. അത് 2 എണ്ണം വാങ്ങി, അതിലൊരെണ്ണം. അങ്ങനെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബൈ.